ഇന്ത്യക്കാർ ഉൾപ്പെടെ 300-ലധികം അനധികൃത കുടിയേറ്റക്കാരെ പനാമയിലേക്ക് ട്രംപ് ഭരണകൂടം കടത്തിയിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങൾ സ്വീകരിക്കാത്ത കൈയൊഴിഞ്ഞവരാണ് ഇവരിൽ അധികം പേരും. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇതിൽ ഉൾപ്പെടും. ഒരു ഹോട്ടലിൽ പാർപ്പിച്ച ഇവരുടെ പാസ്പോർട്ട്, മൊബൈൽ ഫോൺ എന്നിവ പിടിച്ചെടുത്തു. സ്വന്തം രാജ്യങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇവരെ ഒരു താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റുമെന്നും പനാമ കനാൽ ഏറ്റെടുക്കുമെന്ന സമ്മർദ്ദം ചെലുത്തുന്നതിനെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കുടിയേറ്റക്കാരോട് അമേരിക്ക കാണിച്ച നടപടി ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇന്ത്യക്കാരോട് കാണിച്ച ക്രൂരത ദൃശ്യങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് വൈറ്റ് ഹൗസ്. ലവലേശം മനുഷ്യത്വമില്ലാതെ കൈകളിൽ വിലങ്ങണിയിച്ചാണ് കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. അമേരിക്കയുടെ ഈ നടപടിക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ഈ വിമർശനം നിലനിൽക്കുമ്പോഴായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വൈറ്റ് ഹൗസ് സന്ദർശനം. മോദിയുടെ ഈ സന്ദർശനത്തിനെതിരെയും വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ അമേരിക്കയിൽ നിന്നും നാടുകടത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലയിട്ട് വിമാനത്തിൽ കയറ്റുന്നതിൻ്റെ വീഡിയോയാണ് പങ്കുവച്ചിരിക്കുന്നത്. കൈക്കും കാലിനും ചങ്ങലയിട്ട് ആളുകളെ വിമാനത്തിലേക്ക് കയറ്റുന്നതാണ് 41 സെക്കൻഡുള്ള വീഡിയോയിലുള്ളത്. ഒരു പെട്ടിയിൽ നിന്നും നിരവധി ചങ്ങലകൾ ഉദ്യോഗസ്ഥർ പുറത്തെടുക്കുന്നതും കാണാം. അതേസമയം ആരുടെയും മുഖം വെളിപ്പെടുത്തിയിട്ടില്ല. സൈനിക വിമാനത്തിൽ കൈവിലങ്ങ് വെച്ചാണ് തങ്ങളെ തിരിച്ചെത്തിച്ചതെന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയവർ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. കാലുകളിലും കൈകളും ഉൾപ്പെടെ വിലങ്ങണിയിച്ചുവെന്നും സീറ്റിൽ നിന്ന് നീങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യമായിരുന്നുവെന്നും അവർ പറഞ്ഞിരുന്നു. ശാരീരികവും മാനസികവുമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും തിരിച്ചെത്തിയവർ കൂട്ടിച്ചേർത്തു. ഇതിനു പുറമെ സിഖ് മതവിശ്വാസികൾക്ക് അവരുടെ മതാചാരമായ തലപ്പാവ് അണിയുവാൻ അനുവദിച്ചില്ല എന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇതുവരെ 3 വിമാനങ്ങളിലായി അനധികൃത കുടിയേറ്റക്കാരായ 332 ഇന്ത്യക്കാരെയാണ് US നാടുകടത്തിയത്. ഞായറാഴ്ച രാത്രി എത്തിയ വിമാനത്തിൽ 31 പഞ്ചാബുകാരാണ് ഉണ്ടായിരുന്നത്. 44 പേർ ഹരിയാന സ്വദേശികളും 33 പേർ ഗുജറാത്തിൽ നിന്നുള്ളവരുമാണ്. ആകെ 112 പേരെയാണ് ഞായറാഴ്ച ഇന്ത്യയിലെത്തിച്ചത്. ഈ സംഘത്തിൽ 19 സ്ത്രീകളും 14 കുട്ടികളും 2 നവജാത ശിശുക്കളും ഉണ്ടായിരുന്നു. ഫെബ്രുവരി 5-നാണ് ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം അമൃത്സറിലെത്തിയത്. പിന്നാലെ ഫെബ്രുവരി 15-ന് രണ്ടാമത്തെ സംഘമെത്തി. US സൈനിക വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത് തുടരുക തന്നെ ചെയ്യും. കുടിയേറിയവരെ സൈനിക വിമാനത്തിൽ തിരിച്ചയക്കുന്നതിന് നൽകിയ അനുമതി ഇപ്പോൾ പുനഃപരിശോധിക്കില്ല. ആയിരക്കണക്കിന് ആളുകളെ ഇക്കൊല്ലം തിരിച്ചെത്തിക്കാൻ സാധ്യതയുണ്ടെന്നും ഓരോ മാസവും 4-5 വിമാനങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നുകൊണ്ടാണ് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.